ഈ പെട്ടി വിഷയത്തിൽ UDF കാര്യമായി ഏറ്റുപിടിക്കേണ്ടതില്ല എന്നാണ് തീരുമാനം. അവർ എന്തെങ്കിലും കാര്യം ഏറ്റുപിടിക്കണോ പിടിക്കണ്ടേ എന്ന് തീരുമാനിച്ചാൽ അതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. അതിലൊന്നും ഞാൻ പ്രതികരിക്കാനുമില്ല. ഇന്നലെ ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, പലതരം നാടകങ്ങൾ കാണും, തെരഞ്ഞെടുപ്പല്ലേ. അപ്പോൾ സാധാരണ ഒരു തെരഞ്ഞെടുപ്പിനെ പോലെ തന്നെയാണ് അവർ ഇതിനെയും കാണുന്നത്. അവർ ജനങ്ങളെയോ നാടിനെയോ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനോ വികസന കാര്യങ്ങളെ സംബന്ധിച്ച സംവാദത്തിനോ അല്ല തയ്യാറാവുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, പ്രതീതി ഉണ്ടാക്കുക, അങ്ങനെ നാടകങ്ങൾ സൃഷ്ടിക്കുക, അതൊക്കെയാണ്. അത് അവരുടെ ഒരു രാഷ്ട്രീയ പാപ്പരത്വം എന്നേ പറയാനാവും. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് അല്ലെങ്കിലും സാധാരണ നിലയിലുള്ള പരിശോധനയുടെ ഭാഗമായി പക്ഷേ കോൺഗ്രസ് നേതാക്കന്മാരുടെ വാഹനങ്ങളൊന്നും പരിശോധിക്കേണ്ട എന്നൊരു നിയമമോ മറ്റോ പാസ്സാക്കുക മാത്രമേ മാർഗമുള്ളൂ. അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിക്കട്ടെ, അങ്ങനെ കോൺഗ്രസ്സുകാരുടെ വാഹനങ്ങളെന്ന് ഒഴിവാക്കി കൊടുക്കട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. എനിക്കതിലൊന്നും പറയാനില്ല. അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് ഒരു ജനാധിപത്യ കക്ഷി കൈകാര്യം ചെയ്യുന്നതെന്നത് സംബന്ധിച്ച് നമുക്ക് ഒരു പഠനം നടത്താൻ ഉപകരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതിലൊന്നും ഞങ്ങൾക്കൊരു അഭിപ്രായവുമില്ല. ഞങ്ങളതൊന്നും ഏറ്റുപിടിക്കാനും പോകുന്നില്ല. ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നവുമല്ല. നേതാവ് മാധ്യമങ്ങളെ കാണുക പോലും ചെയ്യാത്ത ഒരവസ്ഥ ഉണ്ടായി ഈ ഒരു വിഷയത്തിന് ശേഷം. സാധാരണ അങ്ങനെ ഒരു വിവാദമാണെങ്കിൽ അദ്ദേഹമെങ്കിലും കാണുന്നുള്ളൂ, മാധ്യമങ്ങളെ കാണാത്ത അവസ്ഥ പോലും ഉണ്ടായി. അതും എനിക്കറിയില്ല. നമുക്ക് അവരോടിപ്പോൾ മാധ്യമങ്ങളെ കാണാൻ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. അത് ഓരോരുത്തരുടെയും തെരഞ്ഞെടുപ്പും അധികാരവും ഒക്കെയാണ്. പക്ഷേ സാധാരണ നിലയിൽ മാധ്യമങ്ങളെ സദാസമയം കാണുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയൊക്കെ ചെയ്യുന്നവർ പൊടുന്നനെ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ അതെന്തുകൊണ്ടാണ് എന്ന സംശയം വരുമെന്ന് മാത്രമേ ഉള്ളൂ. അതും എനിക്കതിൽ പ്രത്യേക അഭിപ്രായമൊന്നുമില്ല. അദ്ദേഹം ഉടനെ കാണണമെന്ന് ആവശ്യപ്പെടാൻ ഞാൻ തയ്യാറല്ല. ഞങ്ങളുടെ പ്രചരണം, ഞങ്ങളുടെ കാര്യങ്ങൾ, ഈ നാടിനെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുക, ജനങ്ങളുമായി സംവദിക്കുക, അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ ജനാധിപത്യപരമായി അർത്ഥപൂർണമാക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ഈ ആരോപണങ്ങൾ, ദുരാരോപണങ്ങൾ, അതിന് മറുപടി പറയൽ, അങ്ങനെയൊക്കെ മുൻപോട്ട് പോകുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അന്തസത്തയാണ് ചോദ്യം ചെയ്യപ്പെടുക. അപ്പോൾ അത് അത്തരം കാര്യങ്ങൾ ഞങ്ങൾ തൽപരരല്ല എന്ന് മാത്രമേ പറയാൻ. സ്വാഭാവികമാണ്, എല്ലാ നേതാക്കന്മാരും വരട്ടെ. നിലമ്പൂരുകാർക്ക് പ്രിയങ്ക ഗാന്ധിയൊക്കെ കാണാൻ ഒരു അവസരം ഉണ്ടാവട്ടെ. എല്ലാവരും വരട്ടെ, എല്ലാവരും അവരവരുടെ രാഷ്ട്രീയം പറയട്ടെ. അതൊന്നും ഒരു മോശം കാര്യമല്ല. ജനാധിപത്യത്തിൽ നല്ല കാര്യമാണ്. പണ്ഡിറ്റ് നെഹ്റു വന്നിട്ടുണ്ടല്ലോ, കേരളത്തിൽ വന്നിട്ടുണ്ട്. നെഹ്റു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വന്നിട്ടുണ്ട്. കോൺഗ്രസ് തോൽക്കുകയാണ് ചെയ്തത്. പക്ഷേ അതൊക്കെ നല്ല കാര്യമാണ്. എല്ലാ നേതാക്കന്മാരും വരികയും അവർക്ക് പറയാനുള്ള രാഷ്ട്രീയം ജനങ്ങളോട് പറയുകയും ചെയ്യുന്നത് നമുക്ക് സ്വാഗതം ചെയ്യാവുന്നതാണ്. അത്രയേ ഉള്ളൂ. നിലപാട് അറിയിക്കാത്ത സംഘടനയാണെന്ന് വ്യാജ പ്രചരണം നടത്തുന്നു. ഇതൊരു ഒരു ഇല്ലാത്ത കാര്യം പറയുന്നതിനപ്പുറത്തേക്ക് ഒരു ഇന്ത്യൻ മുസ്ലിം സംഘടനകളെ ഒരു പാകിസ്ഥാൻ അനുകൂലികളായി ചിത്രീകരിക്കുന്ന സംഘപരിവാർ ഭാഷയിൽ തുല്യമാണെന്ന് വിമർശനം ഉയരുന്നത് എങ്ങനെ കാണുന്നത്? മാഷയുടെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ ഈ ഇലക്ഷൻ തിരക്കുകളിലാണല്ലോ. പക്ഷേ ഒരു കാര്യം ആവർത്തിച്ചുറപ്പിച്ച് പറയാം. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ഒന്നും നമ്മളങ്ങനെ കേരളത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു പാർട്ടിയോ സ്വാധീനം ചെലുത്തുമെന്ന് കരുതപ്പെടുന്ന ഒരു പാർട്ടിയോ അല്ല. അതവിടെ നിൽക്കട്ടെ. മുസ്ലിം ലീഗ് സംബന്ധിച്ച്, മുസ്ലിം ലീഗ് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൽ അവരുടേതായ ഒരു സ്വാധീനം ഉള്ളതാണല്ലോ. നിയമസഭയിലൊക്കെ ഒരു സാന്നിധ്യമുള്ള, അവരുടേതായ സാന്നിധ്യവും സ്വാധീനവും ഉള്ളൊരു പാർട്ടിയാണ്. മുസ്ലിം ലീഗിനെതിരായി തന്നെ അവർ പാകിസ്ഥാൻ അനുകൂല സംഘടനയാണ്, അല്ലെങ്കിൽ പാകിസ്ഥാനുമായി ചേർത്ത് വെച്ച് അവരെ വിമർശിക്കാൻ സംഘപരിവാരം ശ്രമിച്ചപ്പോൾ നിങ്ങളിൽ തന്നെ ചില ചാനലുകളിൽ നിന്നിട്ട് ഞാൻ പ്രതിരോധിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കോൺഗ്രസിൻ്റെ നേതാവ് നിശബ്ദനായി കേട്ടിരിക്കുകയാണ് ഇത്, ആസ്വദിക്കുന്ന പോലെ കേട്ടിരിക്കുകയാണ് ഇത്. ഞാൻ പ്രതീക്ഷിച്ചത് ആ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിരോധിക്കുമൊന്നുമില്ലെങ്കിൽ അവരുടെ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയാണല്ലോ. മൗനം കൊണ്ട് പിന്തുണ കൊടുത്തപ്പോൾ, സംഘപരിവാർ വാദത്തിന് മൗനം കൊണ്ട് കോൺഗ്രസ് പിന്തുണ കൊടുത്തപ്പോൾ ശക്തമായി അതിനെ പ്രതിരോധിച്ച ഒരാളാണ് ഞാൻ. അത് നിങ്ങൾക്കിപ്പോഴും ആ ദൃശ്യശകലങ്ങൾ നവമാധ്യമങ്ങളിലും മറ്റും കാണാൻ സാധിക്കും. അതിനെ അനുകൂലിക്കുകയല്ല. ഞാൻ ഒന്നിലേറെ തവണ ദൃശ്യമാധ്യമങ്ങളിൽ അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനത് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ രാഷ്ട്രീയത്തോട് നമ്മൾ വിയോജിക്കും, പക്ഷേ മറ്റ് സംഘപരിവാർ പ്രചരണത്തെ നമ്മൾ എതിർക്കുകയും ചെയ്യും. അപ്പോൾ ഏതെങ്കിലും സംഘടനകളെ അങ്ങനെ പാകിസ്ഥാൻ എന്ന നിലയിൽ ചിത്രീകരിക്കുന്ന ഒരു നീക്കവും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഗോവിന്ദൻ മാഷയുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. മാഷും ഒരിക്കലും നിങ്ങളീ പറഞ്ഞതുപോലെ പറയില്ല. അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാഷോട് തന്നെ ചോദിക്കാവുന്നതാണ്. മാത്രവുമല്ല, ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിൽ നിൽക്കുന്ന വിഷയം അവർ മതരാഷ്ട്രവാദികളാണ് എന്നതാണ്.
ജനാധിപത്യ മതനിരപേക്ഷ സമൂഹത്തിന് ശക്തി പകരുന്ന നിലപാടല്ല അവർ സ്വീകരിക്കുന്നത്. അവർ മതരാഷ്ട്രവാദികളാണ്. RSS മതരാഷ്ട്രവാദമാണ് ഉയർത്തുന്നത്. അപ്പോൾ അതിനെ ആശയപരമായി എതിർക്കുകയും ചൂണ്ടിക്കാണിക്കുകയും അത്തരം ശക്തികളുമായി ജനാധിപത്യ ശക്തികൾ അടുക്കുന്നത് നമ്മുടെ സമൂഹത്തെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുക എന്ന വിമർശനമാണ് നമ്മൾ ഉയർത്തിയിട്ടുള്ളത്. ആ വിമർശനം തന്നെയാണ് ഗോവിന്ദ മാഷും ഉയർത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഗോവിന്ദ മാഷ് പ്രത്യേകമായി എന്തെങ്കിലും സന്ദർഭമോ സാഹചര്യമോ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ നിലയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. മാഷ് തന്നെ അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ വിശദീകരിക്കുകയും ചെയ്യും. അതിനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഉചിതമായിരിക്കില്ല. അവരങ്ങനെ ഒരു പ്രചരണം കൊണ്ടുവന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് സ്വാഗതാർഹമാണ്. വൈകിയെങ്കിലും അവർ യാഥാർത്ഥ്യബോധം തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. എല്ലാറ്റിനും നമ്മൾ അവരെ വിമർശിക്കാൻ പാടില്ലല്ലോ. ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞിരുന്നു, നാടിനെയും ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് ഏത് തിരഞ്ഞെടുപ്പിലും. നാടിൻ്റെ വികസന സാധ്യതകൾ, വികസന പ്രശ്നങ്ങൾ, ജനങ്ങൾക്ക് ക്ഷേമം ലഭിക്കുന്ന പദ്ധതികൾ, അതിൻ്റെ നടത്തിപ്പ്, പുതിയ ക്ഷേമ പദ്ധതികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ് ഒരു തെരഞ്ഞെടുപ്പ് അർത്ഥപൂർണമായി മാറുക. പക്ഷേ നിർഭാഗ്യവശാൽ തുടക്കം മുതൽ സമൂഹത്തിൽ വിദ്വേഷമുണ്ടാക്കാൻ, സ്പർദ്ധയുണ്ടാക്കാൻ, അത്തരത്തിലുള്ള നിലയിലായിരുന്നു അവരുടെ പ്രചരണം. അതിനെയാണ് ഞങ്ങൾ വിമർശിച്ചിട്ടുള്ളത്. വന്യജീവി ആക്രമണം തീർച്ചയായും നിലമ്പൂർ പോലെ ഒരു നിയോജക മണ്ഡലത്തിൽ സവിശേഷ പ്രാധാന്യമുള്ളതാണ്. എവിടെയും പ്രാധാന്യമുണ്ട്, നിലമ്പൂരിൽ സവിശേഷ പ്രാധാന്യമുണ്ട്. നിലമ്പൂരിന് വളരെ വിപുലമായ ഒരു വന അതിർത്തിയുണ്ട്. മലയോര കർഷകർ നിലമ്പൂരിൻ്റെ ഒരു പരിച്ഛേദമാണ്. വലിയ വെല്ലുവിളികളെയാണ് ഇപ്പോൾ നേരിടുന്നത്. സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ ഞങ്ങൾ തുടക്കം മുതലേ ഒരു നിലപാട് പറഞ്ഞു പോകുന്നുണ്ട്. അത് ഞാൻ ആദ്യ ദിനം തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരുന്നതാണ്. മലയോര കർഷകരുടെ ജീവനും അവരുടെ കൃഷിവിളകൾക്ക്, അവരുടെ സ്വത്തിന് ഒരു പരിഗണനയും കൊടുക്കാത്ത നിയമമാണ് വന്യജീവി സംരക്ഷണ നിയമം. ആ നിയമം ആരുണ്ടാക്കി എന്നതിലേക്ക് ഒരു തർക്കത്തിന് പോകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞ തുടക്കത്തിൽ. അത് ഇപ്പോൾ തർക്കിക്കേണ്ട ഒരു വിഷയമല്ല. പക്ഷേ അത് ഭേദഗതി ചെയ്യണം. അതിപ്പോൾ രാജ്യം ഭരിക്കുന്നവർക്ക് അതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. പരിസ്ഥിതി പരമപ്രധാനമാണ്. മനുഷ്യനെ പരിസ്ഥിതിയുടെ ഭാഗമായി കണക്കാക്കണം. ഒപ്പം മലയോര കർഷകരുടെ ജീവനും സ്വത്തിനും അവരുടെ കൃഷിക്കും സംരക്ഷണം കൊടുക്കും വിധത്തിൽ, അതുകൂടി ഉറപ്പാക്കും വിധത്തിൽ വന്യജീവി സംരക്ഷണ നിയമം പൊളിച്ചെഴുതണം എന്ന്, അതിൻ്റെ ഉത്തരവാദിത്വം ഇപ്പോൾ രാജ്യം ഭരിക്കുന്നവർക്കുണ്ട് എന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നതാണ്. വന്യജീവികളുടെ ആക്രമണം തടയുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ വളരെ വിപുലമായ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അത് അംഗീകാരം കിട്ടണം. അതിന് കേന്ദ്രത്തിൻ്റെ അനുമതി ലഭിക്കണം, അംഗീകാരം ലഭിക്കണം. ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മുൻപാകെ ഞങ്ങൾ ചർച്ച ചെയ്തു. വൈകിയാണെങ്കിലും മറ്റാരെങ്കിലും ഇത്തരം ചർച്ചകളിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. അത് നല്ല കാര്യമെന്നേ ഞാൻ പറയും. അത് അങ്ങനെയാണെങ്കിൽ അവർ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. അവർ വല്ലാതെ അസ്വസ്ഥരാകുകയാണല്ലോ. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മുഖ്യമന്ത്രി ഇവിടെ മണ്ഡലത്തിൽ വരുമ്പോൾ അതിനെ വിമർശിക്കുകയും അധിക്ഷേപിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്. UDFൻ്റെ ആരെങ്കിലും വരുമ്പോൾ ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ വരുന്നത് സംബന്ധിച്ച് ഞാൻ എന്തെങ്കിലും ഒരു നെഗറ്റീവായ അഭിപ്രായം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഒരു മുന്നണിയുടെ പ്രചരണത്തിന് ആര് വരണം എന്നൊക്കെ ആ മുന്നണിയല്ലേ തീരുമാനിക്കേണ്ടത്. മറ്റുള്ളവർക്ക് അതിലെന്ത് കാര്യം? അവരവരുടെ കാര്യം നോക്കുന്നു പറയാനല്ലാതെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. മുഖ്യമന്ത്രി വന്നപ്പോൾ എന്തായിരുന്നു നാടിൻ്റെ പ്രതികരണം എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. മാധ്യമപ്രവർത്തകർ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ അസ്വസ്ഥതയ്ക്ക് ഇപ്പം നമുക്ക് പരിഹാരമൊന്നും ചെയ്യാനില്ല. ഇന്നലെ പ്രിയങ്ക ഗാന്ധി വന്നപ്പം ഈ പെൻഷൻ രാഷ്ട്രീയവൽക്കരിക്കുന്നു, അത് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴാണ് കൊടുക്കുന്നത്, അത്തരത്തിലുള്ള ആരോപണം വീണ്ടും പ്രിയങ്ക ഗാന്ധി തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. പെൻഷൻ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴാണ് കൊടുക്കുന്നത് എന്ന് കേരളത്തിൽ വന്നൊരാൾ പറഞ്ഞാൽ അത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾക്കറിയുന്ന കാര്യമല്ലേ? പെൻഷൻ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴാണോ കൊടുക്കുന്നത്? ഇടയ്ക്ക് കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധത്തെ തുടർന്ന് ചില മാസങ്ങളിൽ കുടിശ്ശികയായിരുന്നു. ആ കുടിശ്ശിക പിന്നീട് ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കുകയല്ലേ ചെയ്തത്. ഈ മാസം കൊടുത്തത്, ഈ മാസത്തെ പെൻഷനും ഒരു മാസത്തെ കുടിശ്ശികയാണ് കൊടുത്തത്. അത് കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ്. അബദ്ധം പറയാൻ ആർക്കും അവകാശമുണ്ട്, കേസെടുക്കാൻ നിയമവുമില്ല. പക്ഷേ യാഥാർത്ഥ്യബോധത്തോടു കൂടി സംസാരിക്കുന്നതാണ് എല്ലാവരെയും കുറിച്ച് സമൂഹത്തിൽ ബഹുമാനം ഉണ്ടാകാൻ നല്ലത്. അല്ലെങ്കിൽ ആളുകൾ അത് തിരിച്ചറിയുകയും പറയുന്നവരോടുള്ള മതിപ്പ് കുറയുകയും ചെയ്യും. ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം 60 ലക്ഷം പേർക്ക് പെൻഷൻ ലഭിക്കുകയാണ്. 60 ലക്ഷം. LDF സർക്കാർ വന്നതിന് ശേഷം പെൻഷൻ ഗുണഭോക്താക്കളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിക്കുകയാണ്. ഇത് ഇരട്ടിയായി വർദ്ധിച്ചു. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇങ്ങനെ ഇല്ല.
കോൺഗ്രസോ BJP ഭരിക്കുന്ന ഏതെങ്കിലും ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് 1600 രൂപ ക്ഷേമ പെൻഷൻ ഉണ്ടോ, 60 ലക്ഷം ഗുണഭോക്താക്കളുണ്ടോ, നിങ്ങളൊന്ന് അന്വേഷിക്കും. അപ്പോൾ ഈ കാര്യത്തിൽ ചില അസൂയൊക്കെ ചിലപ്പോൾ നമ്മളോട് തോന്നുന്നുണ്ടാവും. പക്ഷെ അതുകൊണ്ട് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യരാകും. ഒരു നേതാവും ജനങ്ങളുടെ മുൻപിൽ പരിഹാസ്യരാകാതിരിക്കട്ടെ എന്ന് ആശിക്കാനല്ലേ നമുക്ക് പറ്റൂ. കേരളത്തിൽ എല്ലാ മാസവും പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ജനങ്ങളത് അനുഭവിക്കുകയാണ്. അതിനെ കൈക്കൂലി എന്ന് ആക്ഷേപിച്ചതിലെ ഹൃദയശൂന്യതയാണ് വിമർശിക്കപ്പെടുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. 60 ലക്ഷം മനുഷ്യർ കൈക്കൂലി വാങ്ങുന്നവരാണ്. അപ്പോൾ ജനങ്ങളോട് ബഹുമാനമില്ലാതാവുകയും രാഷ്ട്രീയമായ ഏറ്റവും വലിയ പാപ്പരത്വത്തെ നേരിടുകയും ചെയ്യുമ്പോഴാണ് അങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. അതിൻ്റെ ഒരു ആഘാതത്തിൽ നിന്ന് അവർ വിമുക്തരായിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ അത്ര പ്രാധാന്യം അതിനൊക്കെ കൊടുക്കുന്നുള്ളൂ. അത് ഞാനും കണ്ടിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയാണ് നിൽക്കുന്ന സമയത്ത് മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പ്രചരണ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയുന്നതൊക്കെ ഒരു പരസ്പര ബഹുമാനത്തോടു കൂടിയാണല്ലോ. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ വിലയിരുത്താവുന്നതാണ്. തുടക്കം മുതലേ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്, ഞാൻ അതിന് തുടക്കം മുതലേ മറുപടിയും പറയുന്നുണ്ട്. ഞാൻ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എവിടെയെങ്കിലും ഞാൻ പ്രസംഗിക്കുന്നിടത്ത് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് പരാമർശിക്കേണ്ട കാര്യം പോലും ഇല്ല എന്നതാണ് ഞങ്ങളുടെ ബോധ്യം. ഞങ്ങൾ നാടിനെയും ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. മറ്റിത്തരം വരുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ഞങ്ങൾ ബോധർ ചെയ്യുന്നില്ല. അതിനെക്കുറിച്ച് ഒരു പരാമർശം പോലും ഞങ്ങൾ നടത്തിയിട്ടില്ല. അതൊന്നും ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കേണ്ട ഒരു വിഷയമായി ഞങ്ങൾ കാണുന്ന പോലുമില്ല. ഇന്ന് വർഗീയതയ്ക്കെതിരെ ഒരു കുടുംബ സദസ്സ് സംഘടിപ്പിക്കുന്നുണ്ട് വിവിധ കേന്ദ്രങ്ങളിലായിട്ട് LDF നേതൃത്വത്തിലുള്ളത്. അതെ അതെ, അത് മണ്ഡലത്തിലുടനീളം വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ 1, 2, 10 ഒന്നുമല്ല, ഒരു 50ഓളം വരുന്ന മഹാകുടുംബ സംഗമങ്ങൾ എന്ന നിലയിലാണ്. അത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നാളെ വൈകുന്നേരത്തോടുകൂടി പരസ്യ പ്രചരണം സമാപിക്കുകയാണല്ലോ. അതിനു മുൻപായി മണ്ഡലത്തിൽ LDFൻ്റെ ഒരു ക്യാമ്പയിൻ എന്ന നിലയ്ക്ക് എടുത്തിട്ടുള്ളതാണ്. അതിൽ പാർട്ടി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതെല്ലാം വളരെ ആവേശകരമായിട്ടാണ് ഇടതുമുന്നണി പ്രവർത്തകരും നാടും ഏറ്റുവാങ്ങുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.